ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും രാവിലെ നല്ല തിരക്കല്ലേ. കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്ന് കുട്ടികളുടെ വീടിന് തിരക്കായിരിക്കും. അപ്പോൾ ഒരു 3-4 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 4 കുട്ടികൾക്കും ഫുഡ് ഉണ്ടാക്കലും അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡ് പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. നല്ല ഹറിബറിയായിട്ടുള്ള തിരക്ക് തന്നെയായിരിക്കും നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് അച്ചാറുകളാട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു 4 ഐറ്റം അച്ചാറാണ് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളെ നമുക്ക് രാവിലെ സ്കൂൾക്ക് വിടുമ്പോൾ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സൈഡായിട്ടൊന്നും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിടാനൊക്കെ പറ്റും. അപ്പോൾ ഈ അച്ചാറുകൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കിടില അച്ചാറുകളാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കട്ടെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കും ഇഷ്ടമാവും. നമുക്ക് ഇത് മതി ഇട്ടാൽ ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുണ്ണാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറുകളാണ്. അപ്പോൾ രാവിലെ എനിക്ക് നല്ല തിരക്ക് തന്നെയാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ ആക്കി കൊടുക്കാൻ മോനെ ഞാൻ കൊണ്ടാക്കി കൊടുക്കണം. കാരണം കുറച്ച് ദിവസം വണ്ടിയും കാര്യങ്ങളൊന്നും ലെവലായിട്ടില്ല. അപ്പോൾ സ്കൂൾക്ക് കൊണ്ടാക്കലും കൊല്ലലൊക്കെ ഉണ്ട്. എനിക്കപ്പോൾ രാവിലെ നല്ല തിരക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ മോനെ ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് അച്ചാറുകൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് അച്ചാറുള്ള അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ ഞാൻ 2 ദിവസമായിട്ട് മുന്നേ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി എടുത്തിട്ട് ഒന്നിച്ചുണ്ട് അച്ചാറുണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് മാങ്ങച്ചാറ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അതാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാന് ഞാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലിയും മുളക് പൊടിയും പിന്നെ 2 സ്പൂൺ ഞാൻ അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ പൊടികളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ട് അച്ചാറിലൊക്കെ ഇട്ടാൽ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാങ്ങ അത് 2 ദിവസം മുന്നേ ഞാൻ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ. പിന്നെ ഒഴിവിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അച്ചാർ ഒന്നും കൂടി ടേസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒന്ന് മാങ്ങ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ അച്ചാറിന് ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അച്ചാർ പൊടിയും മുളക് പൊടിയൊക്കെ കൂടിയുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്നിട്ടൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് കുറച്ച് വിനെഗറും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, ഒരുപാട് കേടുകൂടാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഇഞ്ചി മുളകിലൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ പേസ്റ്റ് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതാക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാവരും നമുക്ക് ആ മാങ്ങ യൂസ് ചെയ്യാൻ പറ്റും. കാരണം പൊടികൾ നമ്മൾ വറുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് ഈ കടുകിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറേ നേരം ഇട്ടിട്ട് നമുക്കിത് ഇളക്കിയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ഓൾറെഡി ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ മാങ്ങ ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ വെന്തിട്ട് നമ്മൾ ഇങ്ങനെ മാങ്ങ കുഴഞ്ഞ് പോകണേക്കാളും ടേസ്റ്റ് കിട്ടുക ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് മാങ്ങ അച്ചാർ കുറച്ച് ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വിനെഗറും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണ് പുളി ആവശ്യമുള്ള അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വിനെഗർ ചേർക്കും തോറും നമുക്ക് മാങ്ങ കൂടുതൽ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങച്ചാർ ഇവിടെ ഞങ്ങളെല്ലാവരും കഴിക്കുന്നതാണ്. പിന്നെ നമ്മളെ വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് 3 ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ അച്ചാർ മാത്രമേ എല്ലാവരും കഴിക്കുള്ളൂ. പിന്നെ ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ഈത്തപ്പഴം കൂടി ചേർന്നിട്ടുള്ള അച്ചാറാണ്. അതിനായിട്ട് ഞാൻ 4 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്, വലിയ ബീട്രൂട്ട്. പിന്നെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 15-10 നമുക്ക് ഈത്തപ്പഴം കൂടി ഇതിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചിട്ട് ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കുക. സോഫ്റ്റ് ഈത്തപ്പഴം തന്നെയാണ് നമ്മളത്. എന്നാലും നമ്മൾ ഒന്ന് വിനെഗറിൽ ഇരുന്നിട്ടൊന്ന് ഈത്തപ്പഴം ഒന്ന് റെഡി ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇതേപോലെ തന്നെ മുന്നേ നമുക്ക്
നമുക്കൊന്ന് ഇട്ട് വെച്ചാൽ മതി. ഇനി ഞാനിതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ അച്ചാർ എരിവും മധുരവും കൂടിയുള്ളൊരു അച്ചാറാണ്. നമുക്ക് ഓൾറെഡി ബീറ്റ്റൂട്ട് മധുരമുള്ളത് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈത്തപ്പഴം കൂടി ചേരുമ്പോൾ ഒന്നും കൂടി മധുരമായിട്ട് വരും. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ബീറ്റ്റൂട്ട് ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് തന്നെയാണ് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ ആ ക്യാരറ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഏത് അച്ചാറാണെങ്കിലും. അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് ഞാനിതാ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഓവറായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സിമ്മിലിട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഉപ്പേരിക്കൊന്നും വേവേണ്ട അത്ര ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്തിട്ടിയാൽ മതി. അപ്പോൾ ബീറ്റ്റൂട്ട് അച്ചാർ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിത് 3 കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിനെഗറിലിട്ട് വെച്ചിട്ടുള്ള നമ്മളെ ഈത്തപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പഴം വിനെഗറൊക്കെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറും അച്ചാർ പൊടി തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 2 സ്പൂണ് കാശ്മീരി ചില്ലി, 2 സ്പൂണ് അച്ചാർ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് ഇളക്കിയിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ പപ്പായ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സഡ് അച്ചാറുകൾ ഉണ്ടാക്കലുണ്ട് ഞാൻ. പിന്നെ ഈ ബീട്രൂട്ടും ക്യാരറ്റും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഈത്തപ്പഴം കൂടി ചേരുമ്പോൾ നല്ലതാട്ടാ. പിന്നെ നമ്മൾ ഓവറായിട്ട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കലില്ല. അപ്പോൾ ഇതിന് നമുക്കനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് നമ്മളങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള വിനെഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനെഗർ ഒഴിച്ചിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. അപ്പോൾ ഇത് പിറ്റേ ദിവസം തന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റിയതാണ്. നമുക്ക് അന്ന് തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അത് ആവാനൊന്നുമില്ല. പിന്നെ നമ്മൾ മാങ്ങച്ചാറായാലും ആവാനൊന്നുമില്ല, ഒക്കെ സെറ്റ് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ കുട്ടികളുടെ ഫേവറായിട്ടുള്ള നമ്മളെ വെണ്ടക്കൻ്റെ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുക് ഞാൻ എണ്ണയിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പേസ്റ്റ് രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ വെണ്ട നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് അടുത്ത ചെയ്യുന്നത്. പിന്നെ ഈ വെണ്ട നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ അടക്കാതെ വെച്ചിട്ട് ഇങ്ങനെ സിമ്മിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരു വെന്ത് കിട്ടും കേട്ടോ. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ അച്ചാർ പൊടി മുളക് പൊടി തന്നെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും എത്രയാണ് നമ്മൾ വേണ്ടുള്ളത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒരു വലിയ സ്പൂൺ അച്ചാർ പൊടി, ഒരു വലിയ സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂടി വെക്കാതെ വെണ്ട ആക്കിയെടുക്കുമ്പോൾ നമ്മളെ വഴുവഴുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഉപ്പേരിയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ നല്ലത്. അപ്പോൾ നമ്മളെ വെണ്ടൻ്റെ അച്ചാറും സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മുളകച്ചാറാണ്. അപ്പോൾ എരിവും മധുരവും കൂടി ചേർന്നിട്ടുള്ള നമ്മളെ മുളകച്ചാറ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണിത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. മുളക് ഞെട്ടി കളയാതെ കീറിയതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം.
ഈ അച്ചാർ നമുക്ക് കുട്ടികൾ സ്കൂൾക്ക് നമ്മൾ ഗീ റൈസാ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസുകൾ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കൊടുത്ത് വിടാൻ നല്ലതാട്ടോ. ഇനി നമ്മൾ വെജിറ്റബിൾ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ബിരിയാണി മാതിരിയാക്കി കൊടുത്തിട്ട് അതിൻ്റെ കൂടെയും നമുക്ക് ഈ അച്ചാർ കൊടുത്തയച്ചാൽ മതി. നല്ല ടേസ്റ്റോടെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണയിലേക്ക് ഇനി പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയും നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് പുളി പിഴിഞ്ഞതും 1 കപ്പ് ശർക്കര ഉരുക്കിയതും കൂടിയാണ്. അപ്പോൾ ഒരു 3 ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ശർക്കര ഉണ്ട് അതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് 3 എടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള മുളകുണ്ടല്ലോ അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ വറ്റിച്ച് വരാം. കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ അതാ ഞാനൊരു 5-8 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി തിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. ഇതിനി ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായി വരും. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വിനിഗർ കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ റൈസൊക്കെ നമുക്ക് കൊടുത്തിടാൻ നല്ലതാണ്. വെജിറ്റബിൾ ബിരിയാണിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഓരോന്നിനും ഓരോരോ സമയത്ത് നമുക്ക് കൊടുത്തു വിടാൻ വേണ്ടി പറ്റും ഇങ്ങനെ അച്ചാറുകളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അച്ചാറുകളായാലും കുട്ടികൾക്ക് സ്നാക്സുകൾ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഒന്നിച്ച് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ കിച്ചൻ്റെ ഒപ്പം തന്നെ ഒരു കുളം കൂടി ഉണ്ട്. അപ്പോൾ അവർ അതിൽ കുളിക്കുകയാണ്. നീന്താനൊക്കെ ഇറങ്ങിയതാണ്. നീന്തലൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണമൊക്കെ നല്ലതാണ്, പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ അത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്ഥിരം കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ, കമൻസുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.